മാൾട്ടയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും കിട്ടിയ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതാണ് കേട്ടോ ഇവിടുത്തെ മെലീഹ പള്ളി. ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാറുമുണ്ട് കേട്ടോ. ഈ പള്ളിയിൽ വന്നിരിക്കുമ്പം അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട് ആഗ്രഹിച്ചതാണ് യൂറോപ്പിലൊരു ജോലി. അതെൻ്റെ മാതാവ് സാധിച്ചു തന്നു. അതുപോലെ ഓരോ ആഗ്രഹങ്ങളും ഞാൻ തിരുക്കുടുംബത്തിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് സാധിച്ചു തരാറുണ്ട് കേട്ടോ. സാധിച്ചു തന്നില്ലെങ്കിൽ അതിൻ്റെ നന്മയ്ക്കല്ല എന്ന് മനസ്സിലാക്കി തരാറുമുണ്ട്. ഓരോ തവണ ഞാനിവിടെ വരുമ്പം എൻ്റെ നിയോഗങ്ങൾ ഈ നിയോഗപ്പെട്ടിയിൽ എഴുതിയിടാറുണ്ട്. എഴുതിയിടുന്ന നിയോഗങ്ങൾ എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു കുഞ്ഞി പള്ളിയിലോട്ട് പോവാട്ടോ. ഈ പോകുന്ന വഴിക്ക് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ പപ്പയും മമ്മിയും കുഞ്ഞുനാൾ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ അല്ല ആശ്രയിക്കണ്ടേ, നമ്മുടെ ദൈവത്തിനോട് നമ്മൾ പറയണം. ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ നല്ല കരുതലുണ്ട്. കേട്ടിട്ടില്ലേ, പെറ്റമ്മ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല എന്ന്. അങ്ങനെ ഞാൻ ഈ പള്ളിയിലെത്തി. വലിയ ആർക്കിടെക്റ്റ് പണിയൊന്നും ഇതിനകത്ത് നടത്തിയിട്ടില്ലെങ്കിലും നല്ല രസമായിട്ടോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. നല്ല ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയും അതിൻ്റെ ചുറ്റും കത്തി നിൽക്കുന്ന ക്യാൻഡിൽസും നല്ല രസമുണ്ടായിരുന്നു. ഞാനും എൻ്റെ തിരി കത്തിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? എൻ്റെ മാതാവേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നതിന് 1000 നന്ദി. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്താണെന്നറിയാമോ? മനുഷ്യന് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനോട് പറയുമ്പോൾ എന്നും വിശ്വസിക്കണം, അത് നമുക്ക് ദൈവം സാധിച്ചു തന്നു. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കാഴ്ച ഞാൻ കണ്ടു. നോക്കിക്കേ, കൃപാസന മാതാവിൻ്റെ ഫോട്ടോ അങ്ങ് യൂറോപ്പിലിരിക്കുന്നു. നല്ല സന്തോഷമായി. നിങ്ങൾക്ക് നല്ല ഒരു വചനം ഞാൻ തരട്ടെ. ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഓരോ കുഞ്ഞുടുപ്പ് ഇവിടെ കിടക്കുന്നത് കണ്ടോ? അത് ആൾക്കാരുടെ നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടിയിട്ട് ആൾക്കാർ സാക്ഷി എഴുതി വെച്ചേക്കുന്നതാണ്.